ഇന്നത്തെ റെസിപ്പി പഴയകാല വിഭവമായ എലിക്കടയുടേതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഫില്ലിങ്ങിനായിട്ടുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ബ്രൗൺ കളറാണ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഫ്രൈ ആക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മാവ് റെഡിയാക്കി എടുക്കാം. പത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവ് പോലെ തന്നെയാണ് ഇതിനുള്ള മാവും റെഡിയാക്കി എടുക്കേണ്ടത്. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് 2 ഗ്ലാസ് പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മാവിൽ നിന്നും ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഓരോ ഉരുളയിലും കയ്യിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈയിൻ്റെ വിരൽ ഉപയോഗിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് പരത്തിയെടുക്കുക. അതിൽ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. രണ്ട് അരികുവശങ്ങളും ചേർത്ത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് 2 വിരൽ ഉപയോഗിച്ചിട്ടൊന്ന് പൂ പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഇതുപോലെ മുഴുവൻ മാവ് കൊണ്ടും ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മാവ് കൊണ്ടും അട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആദ്യം ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഒരു സൈഡ് മറിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാണ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഇത് പൂവടയൊക്കെ രൂപത്തിൽ തന്നെയാണ്. പൂവണ്ണേക്കാൾ കുഞ്ഞതാണിത്. വലിപ്പത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫില്ലിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്. പൂവട സ്റ്റീം ചെയ്യുക. ഇത് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എലിക്കട റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ ചേരുവ വെച്ച് തന്നെ റെഡിയാക്കാൻ പറ്റാവുന്നൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക.